രണ്ടാമത്തെ ഗ്രാഫ് വന്നിട്ട് നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത കർവ് ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്യുക. അത് ജസ്റ്റ് ഇങ്ങനെ ആക്കി വയ്ക്കുക. ഓക്കെ, ഇനി വന്നിട്ട് ഈ ഒരു കീ ഫ്രെയിം ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുക. ഡ്രാഗ് ചെയ്ത് ഈ ഒരു ലെയറിൻ്റെ ഫ്രണ്ടിൽ വെച്ച് കൊടുക്കുക. ഓക്കെ, നമ്മൾ ട്രാൻസിഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ MP4 വീഡിയോസൊക്കെ ചെയ്യുന്നവർക്ക് എന്തായിരുന്നാലും ഉപകാരപ്പെടും. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. ഓക്കെ.